എല്ലാം അത് അനുഗ്രഹം പ്രയോജനപ്പെടുത്തി ഇന്ന് രാത്രി നമ്മൾ വീണ്ടും ജീവനത്തിന്റെ ലേഖനത്തിലെ നാലാമത്തായ അത് ഏറ്റവും അവസാന ഭാഗങ്ങളെ ചിന്തിച്ചുകൊണ്ട് ലേഖനം നമുക്ക് ധ്യാനിച്ചു നിർത്തുവാൻ ദൈവം അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലേഖനത്തിൽ അനവധി കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലങ്ങളും തപസ്സുമാർ പ്രവർത്തിച്ച വിധങ്ങളും അത് കഴിഞ്ഞ് എപ്പോഴാണ് ഈ കത്ത് എഴുതുന്നുള്ളതും അതിന്റെ പിന്നുള്ള കാരണങ്ങളും ഇങ്ങനത്തെ പ്രധാനമായ ദൈവിക സന്ദേശങ്ങളും ഒക്കെ കഴിഞ്ഞ 10-11 മാസത്തിലധികമുള്ള ചൊവ്വാഴ്ചകളിൽ രാത്രിയിലെ കൂട്ടായ്മ ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവങ്ങളോട് സംസാരിക്കട്ടെ. കർത്താവ് നമ്മളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മള് ആഗ്രഹിക്കുന്ന മേഖലകളിൽ മാത്രമല്ല, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ ഫ്രൂട്ട്ഫുൾ ആവുവാൻ, നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാൻ സഹായിക്കണം. നമ്മളല്ല വഴി നിശ്ചയിക്കുന്നത്, നമ്മളല്ല അതിന്റെ വ്യക്തമായ ഒരു വഴിയും അതിനൊരു നേർരേഖയും കർത്താവിന്റെ കയ്യിലുണ്ട്. കർത്താവിന്റെ ഹിതം അത് നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസങ്ങളും നമ്മൾ മുന്നോട്ട് പോവാൻ, നമ്മള് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള വഴിയെ നടക്കുവാൻ കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കും എന്ന വചനത്തിൽ വരും. അത് നമുക്ക് സ്വീകരിക്കാനുള്ള നല്ല മനസ്സ്, നല്ല മനസ്സാക്ഷി, മുൻവിധികളില്ലാതെ അതിനെ മറ്റൊരു രീതിയിൽ കാണാതെ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതിനകത്ത് ദൈവീക പ്രകാരം ഞങ്ങളായിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനാണെന്നുള്ള നല്ല ബോധത്തോടെ നമുക്ക് ദൈവവചനങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അത് ഏറിയ ഫലം കൊടുക്കുവാൻ കാരണമായി തീരട്ടെ. ലേഖനം 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് നമ്മൾ പറഞ്ഞ് നിർത്തിയ ഭാഗം നമുക്കറിയാം. ഞാൻ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ച് നിർത്തിയപ്പോൾ 2 കൊരിന്ത്യർ ഒരു ഭാഗം കഴിഞ്ഞ ആഴ്ച വായിച്ചാണ് ഞാൻ ദൈവചിന്തകളെ അവിടെ നിർത്തിയത്. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിലെ അതിന്റെ 8-ാം അധ്യായം 7-ാം വാക്യം ഒന്നും വായിച്ചായിരുന്നു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിനും നിങ്ങൾ മുന്തിയിരിക്കുന്ന പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരും. അതായത് നമ്മൾ വായിച്ച് നമ്മളവിടെ നിർത്തിയത്. അപ്പം ദൈവസന്നിധിയില് എപ്രകാരമാണ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ കുറിച്ച് നമുക്കറിയാത്. കൊരിന്ത്യ സഭയോട് പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. കൊരിന്ത്യ സഭയിലെ കാര്യങ്ങളെ നമുക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് എന്തുമാത്രം ദൈവം കൃപാവരങ്ങളെ പകർന്നിരുന്നു, ഏതെല്ലാം കാര്യങ്ങളിൽ അവര് മുന്തി വന്നവരാണെന്നും മുന്നോട്ടുള്ളവരായിരുന്നു നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതേപോലെ തന്നെ അപ്പോസ്തലൻ അവർക്ക് ലേഖനം എഴുതുമ്പോൾ 8-9 അധ്യായങ്ങളില് ഇങ്ങനെ പറയുന്നത് അവരെ കുറച്ചും കൂടെ ദൈവഹിതപ്രകാരം ശക്തരാക്കുവാൻ വേണ്ടിയാണ്. അതായത് വിശ്വാസം, പ്രസംഗം, പരിജ്ഞാനം, തികഞ്ഞ സ്നേഹം, ഞങ്ങളോടുള്ള സ്നേഹം, തികഞ്ഞ ഉത്സാഹം, ഞങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നത് പോലെ. അത്രയും കാര്യങ്ങളിൽ അവർ വളരെ ആക്റ്റീവായി ഉത്സാഹികളായി നിൽക്കുന്നു എന്നുള്ളത് അപ്പോസ്തലന് അറിയാം. വിശ്വാസം, പ്രസംഗം, പരിജ്ഞാനം, തികഞ്ഞ ഉത്സാഹം, ഞങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നത് പോലെ ദാനധർമ്മത്തിന്റെ കാര്യത്തിലും ഏറ്റവും മുന്നിലായിരിക്കണം. ഇത് കൊരിന്ത്യരോടുള്ള ഒരു ആഹ്വാനമാണ്. ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. സന്തോഷത്തോടുകൂടി ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ, ഔദാര്യമായി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാം കൊടുക്കുന്നവരാ, നമ്മൾ ആരും കൊടുക്കാത്തവരല്ല. നമ്മളൊരു ഭാഗം ചിന്തിക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. നമ്മൾ ദൈവം ചിന്തിച്ചു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഓർത്തോണം, നമ്മളോട് ദൈവം സംസാരിക്കുമ്പോൾ നമ്മളെ കുറച്ചും കൂടെ മികച്ചവരാക്കുക, ദൈവകാര്യങ്ങളിൽ ഉത്സാഹികളാക്കി. അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കണക്കിലേക്ക് ഏറിയ പ്രതിഫലം കൊണ്ടുവരിക, നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഏറിയ റിവാർഡ്, ഏറിയ പ്രതിഫലം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പോസ്തലനുള്ളത്. അതായത് ഫലം കായ്ക്കുന്നവരോട് വീണ്ടും ഫലം കായ്ക്കുവാൻ, വീണ്ടും ദൈവത്തിന് വേണ്ടി മുന്നിൽ പല കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവരോട് വീണ്ടും ചില കാര്യങ്ങളിലൂടെ അവർ മുന്തി വരുവാൻ, മികച്ചു നിൽക്കുവാൻ ഉള്ള ആഹ്വാനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വക കാര്യങ്ങളിൽ 8-ാം അധ്യായം 7-ാം വാക്യം വിശ്വാസം, പ്രസംഗം, പരിജ്ഞാനം, തികഞ്ഞ ഉത്സാഹം, ഞങ്ങളോടുള്ള സ്നേഹം എന്നിങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നത് പോലെ ദാനധർമ്മത്തിന്റെ കാര്യത്തിലും ഏറ്റവും പിന്നിലായിരിക്കണമെന്നല്ല, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മികച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ അല്പം പിന്നിലാണേലും അത് സാരമില്ല എന്ന് പറയുന്ന ഒരു
പ്രബോധനമല്ല ഇവിടെ ഉള്ളത്. ഇതിലൊക്കെ നിങ്ങൾ മികച്ചു നിൽക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ അത് ദൈവിക ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുവാൻ നിങ്ങൾ ഏറ്റവും മുൻപന്തിയിലായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മുന്നിലായിരിക്കണം. അതായത് നമ്മൾ ഒന്ന് വായിച്ചിട്ട് തിരിച്ച് ആ ഭാഗത്തേക്ക് വരാൻ തന്നെ നമ്മൾ ആഗ്രഹിച്ചത്. അപ്പം ഫിലിപ്പി ലേഖനത്തിലേക്ക് തന്നെ ഒന്ന് വന്നിട്ട് നമ്മൾ ചില വാക്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വായിക്കുന്നതായിരിക്കും. ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പം നമുക്കറിയാം 4-ാം അധ്യായം അതിന്റെ 15 വാക്യങ്ങളിൽ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. നമ്മുടെ മനസ്സിൽ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ കൊരിന്ത്യരോടും ഫിലിപ്പിയരോടും ഒക്കെ ഈ കാര്യങ്ങളിൽ നന്ദി എന്ന് പറഞ്ഞു മാത്രം ഇതിനെ അവസാനിപ്പിക്കാതെ മനസ്സുള്ളവൻ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സുള്ളവരാക്കി തീർക്കുന്ന ഒരു പ്രബോധനം കൂടെ ഉണ്ട്. അത് സഭയോടുള്ള ഒരു പ്രബോധനമാണ്. മനസ്സുള്ളവർ കൊടുക്കട്ടെ, സന്തോഷമുള്ളവർ കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ കാതലായ സന്ദേശമായി പറയുമ്പോൾ തന്നെ സഭയിലെ എല്ലാവരും മനസ്സുള്ളവരും എല്ലാവരും ഔദാര്യമായി കൊടുക്കുന്നവരുമായി തീരാൻ ഒരു പ്രബോധനം കൊടുത്തിട്ടാണ്. അല്ലാതെ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സുള്ളവർ ചെയ്യട്ടെ, കഴിവുള്ളവർ ചെയ്യട്ടെ, അല്ലാത്തൊരു മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നിലായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് അല്ല സഭയ്ക്ക് പ്രബോധനം കൊടുക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപന്തിയിലായിരിക്കില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് എല്ലാത്തിന്റെയും ഗൗരവം നമുക്ക് അറിയില്ലായിരിക്കും. ഗൗരവം അറിയാതെ തന്നെ നമ്മൾ കൊടുക്കും, സന്തോഷത്തോടെ അല്ലാതെ തന്നെ കൊടുക്കും, ഔദാര്യത്തോടെ അല്ലാതെ തന്നെ കൊടുക്കും. പക്ഷെ ദൈവസഭ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, ദൈവകാര്യങ്ങളിൽ ചിലവഴിക്കുമ്പോൾ അവരുടെ മനോഭാവത്തിന് വലിയ പ്രാധാന്യം ദൈവം കൽപ്പിക്കുന്നുണ്ട്. കൊടുക്കുന്ന വ്യക്തിയുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ആ ശോധന കഴിക്കുന്ന ഒരു ദൈവമാണ് അപ്പോസ്തലൻ നന്നായിട്ട് അറിയാം. അപ്പൊ ആ മനോഭാവത്തിൽ നിന്നാണ് പ്രതിഫലം ആരംഭിക്കുന്നത്. കൊടുക്കുന്നതിന്റെ അളവിനേക്കാൾ ഉപരി കൊടുക്കുന്നവന്റെ മാനസിക നിലയ്ക്കാണ് ദൈവസഭയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. സന്തോഷത്തോടെ കൊടുക്കുന്ന, ഉള്ളത് മുഴുവനും കൊടുക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് യേശു പറഞ്ഞ നമുക്കറിയാം. അവൾ അത് എത്ര ആൾക്കൂട്ടത്തിനിടയിൽ അവൾ നിന്നിട്ടും ആ ഭണ്ഡാരത്തിലേക്ക് അവൾ ഇടുമ്പോൾ അവളുടെ മനസ്സെന്താണെന്നും ഇപ്പോഴുള്ള അവളുടെ സ്ഥിതി എന്താണെന്നും അറിഞ്ഞ് അത് അറിയിക്കുവാൻ യേശു, കൊടുത്തവരല്ല അറിയിച്ചേ, കൊടുക്കുന്ന കണ്ടിട്ട് ദൈവം അവളുടെ ഹൃദയത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് സൂചന കൊടുക്കും. നോക്കിയാ കൊടുക്കുന്ന മനസ്സ് കണ്ടോ? ആരുടെയും സമ്മർദ്ദത്താലല്ല അവൾ ചെയ്തത്, ആരുടെയും നിർബന്ധത്താലല്ല, ഭയത്താലല്ല. ആ കൊടുക്കുന്ന സ്ത്രീയുടെ മനസ്സ് ആര് വായിച്ചു? യേശു വായിച്ചു. യേശു വായിച്ചിട്ട് എന്ത് ചെയ്തു? അവൾ അറിയുന്ന പോലുമില്ല. പക്ഷെ അതറിയുന്ന കർത്താവ് അവളുടെ ഹൃദയ നിലവാരത്തെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വെളിപ്പെടുത്തി. അതവർക്കൊരു സൂചനയാണ്. കാരണം ഇല്ലായ്മയിലും ഉള്ളപ്പോഴും ദൈവം ആദ്യം നോക്കുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരമാണ് ആദ്യം ദൈവം നോക്കുന്നത്. ഉണ്ടാകുന്നോ ഇല്ല എന്നത് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, ഒരു ദൈവത്തിലെ ഹൃദയത്തിൽ എങ്ങനെയാണ് ദൈവത്തോടും തന്റെ സഭയോടും അതേ ദൈവ മക്കളോടും സഹവിശ്വാസികളോടുമുള്ള ബന്ധത്തിൽ അവരുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്ന മനോഭാവം എങ്ങനെയാണെന്ന് ആദ്യം വിലയിരുത്തുന്ന ദൈവം. അതുകൊണ്ട് ആർക്കും മറ്റൊരു കാര്യം പറഞ്ഞ് അതിന് ഒഴിവുള്ളവരാകാനായി നമ്മുടെ ഹൃദയത്തിന്റെ ആ ചിന്ത എങ്ങനെയാണ് എന്ന് അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരാക്കി നമ്മളെ രൂപാന്തരപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം ഈ തിരുവചന പഠനത്തിനുണ്ട്. 4:13 പറയുകയാണ്, 13 വരെ നമ്മൾ ചിന്തിച്ചത് ഞാൻ സംതൃപ്തനാണ്, എന്നെ ഈ അവസ്ഥയിലൂടെ നയിക്കുന്ന യേശു കർത്താവാണ്, ക്രിസ്തുയേശു മുഖാന്തരമാണ് എനിക്ക് സംതൃപ്തി, താഴ്ചയിലും സമൃദ്ധിയിലും ഇരിപ്പാനുള്ള ബാലൻസിംഗ് ആയ ഒരു സിദ്ധത, ഒരു ക്യാരക്ടർ എനിക്ക് വെളിവായിട്ടുണ്ട്. എന്നിട്ട് എങ്കിലും പറയാണ്, എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അപ്പൊ നമുക്ക് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്ന വാക്കും ഫിലിപ്പിനോട് പറയുന്ന വാക്കും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ദൈവവചനം
ശക്തരായ പ്രാസംഗികർ നിങ്ങൾക്കുണ്ട്, ഞങ്ങളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ ഉത്സാഹികളാണ്. എന്നാൽ കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മുന്നിലാകണം എന്ന് കൊരിന്ത്യരെ പ്രബോധിപ്പിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കൊടുത്ത ഫിലിപ്പിനോട് പറയുകയാണ്, ഇപ്പോൾ എന്റെ മനസ്സിൽ എന്താ നിങ്ങളെ കുറിച്ചുള്ള ചിന്തയെന്നറിയാമോ? നിങ്ങൾ എല്ലാം കൂടി ഇവിടെ വന്നില്ല, പക്ഷെ നിങ്ങൾ ഒരാളെ ഇങ്ങോട്ട് അയച്ചുള്ളൂ. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ട് കൂട്ടായ്മയുടെ. എന്നറിയോ? എന്റെ കഷ്ടതയിൽ ഫിലിപ്പിയരെ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് വളരെ നന്നായി. അപ്പോൾ കഷ്ടതയിലുള്ള കൂട്ടായ്മ എന്ന് നമുക്ക് എന്തിനെ പറയാം? നാം ദൈവത്തിനു വേണ്ടി, ദൈവിക വേലയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ വേലക്കാർക്ക് വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവസഭയുടെ കാര്യത്തിനു വേണ്ടി, ദൈവികമായ ദൈവത്തോടും തന്റെ വേലയോടും തന്റെ മക്കളോടും സഭയോടും ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന എല്ലാ സാമ്പത്തികമായ അല്ലെങ്കിൽ ദാനം നമ്മൾ ചെയ്യുന്ന ധർമ്മ ദൈവിക ഉദ്ദേശപ്രകാരം ചെയ്യുന്ന ആ സഹായത്തിന്, ആദ്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തിൽ പറയാം, അത് കഷ്ടതയിൽ നമ്മൾ കാണിക്കുന്ന കൂട്ടായ്മയാണ്. കഷ്ടതയിൽ നമുക്ക് പ്രാർത്ഥനയോടെ കൂട്ടായ്മ കാണിക്കാം. കഷ്ടതയിൽ നമുക്ക് അടുത്തു ചേർന്ന് കൂട്ടായ്മ, നമുക്കറിയാം കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കാൻ എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൽ മുന്തി വരാൻ പറയുന്നത് ചോദിച്ചാൽ, ഇത് കഷ്ടതയിലുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോസ്തലൻ പറയാണ്, എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്ന മാത്രമല്ല കൂട്ടായ്മ, സുഖമാണോ എന്ന് സഹവിശ്വാസിയോട് ചോദിക്കുന്ന മാത്രമല്ല കൂട്ടായ്മ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന മാത്രമല്ല കൂട്ടായ്മ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്ന മാത്രമല്ല കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ മുന്തി വരുമ്പോൾ തന്നെ നമ്മൾ എന്തു കാട്ടണം? കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്ന കരം നമ്മൾ നീട്ടണം. ആ കരം നീട്ടുമ്പോൾ ആദ്യം ദൈവം നോക്കുന്നത് നീട്ടുന്ന കരവും കരത്തിനകത്തിരിക്കുന്നതുമല്ല, നീട്ടിയ കരത്തിന്റെ ഉടമയുടെ ഹൃദയമാണ് ആദ്യം ദൈവം നോക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ഹൃദയംഗമായി ജനറസ് ആയി എന്ന് കാരണം ദൈവം ആഗ്രഹിക്കുന്നു ഈ ഒരു ക്വാളിറ്റിയിലേക്ക് തന്റെ മക്കൾ ഉയർന്നു വരുന്നു. അപ്പോസ്തലൻ പറയാ, എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ എന്റെ ലൈഫ് എത്ര ബാലൻസ്ഡ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഇംബാലൻസ് ആയതുകൊണ്ടല്ല, ഞാൻ ക്രിസ്തുവിൽ ബാലൻസ്ഡ് ആണ്. എന്റെ പ്രിയരെ, ക്രിസ്തുവിൽ ഇംബാലൻസ്ഡ് ആവുമ്പോഴല്ല ഇത് ചെയ്യണ്ടേ. ക്രിസ്തുവിൽ ബാലൻസ്ഡ് ആയി ക്രിസ്തുവിൽ സംതൃപ്തി ഉള്ളവർക്ക് തന്നെ നാം കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കണം. ക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തുന്ന, താഴ്ചയിലും ഉയർച്ചയിലും ഒരുപോലെ ദൈവത്തിൽ ആശ്രയിപ്പാനും സാഹചര്യങ്ങളെ അധികം അങ്ങോട്ട് ഗൗനിക്കാതെ കർത്താവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ പരിശീലിച്ചിരിക്കുന്ന അപ്പോസ്തലൻ പറയുക, എനിക്ക് അതുകൊണ്ട് നിങ്ങൾ തന്നത് ഏതുമില്ലെന്നല്ല, പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ബാലൻസ്ഡ് ആയി ജീവിക്കാൻ ക്രിസ്തു എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും നിങ്ങൾ അയച്ചു തന്ന എപ്പഫ്രോദിത്തസിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ആ ധനസഹായം എന്നോട് നിങ്ങൾ എന്റെ കഷ്ടതയിൽ കാണിച്ച കൂട്ടായ്മയാണ്. ഇന്ന് രാത്രി ദൈവജനങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളോട് നാം ചോദ്യം ചോദിക്കണം, നമ്മോട് തന്നെ ചോദിക്കണം, എന്റെ സഹവിശ്വാസികളോട് ഞാൻ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നത് പ്രാർത്ഥിച്ചും അവർക്ക് പ്രാർത്ഥിക്കാം എന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുന്ന മാത്രമാണോ നാം കാണിക്കുന്ന കൂട്ടായ്മ? അതോ ഫിലിപ്പിയൻ ചർച്ച് അപ്പോസ്തലനായ പൗലോസിനോട് കാണിച്ച കഷ്ടതയിലുള്ള കൂട്ടായ്മ നാം കാണിക്കുന്നുണ്ടോ? ആരെയും വിധിക്കുവാനോ വിലയിരുത്തുവാനോ അല്ല നമുക്ക് ദൈവം തരുന്നത്. ഈ അവസരം പിന്നെയോ നാം നമ്മെ തന്നെ ശോധന കഴിക്കണം. എനിക്ക് ഭയങ്കരമായ ഒരു ഫെലോഷിപ്പാണ് നിങ്ങൾ തന്നത്. നമ്മൾ അതൊരു ഫെലോഷിപ്പായി കണക്കാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം ഒന്നിച്ചു കൂടി വന്ന് പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ദൈവവചനം ധ്യാനിക്കുന്നു മാത്രമാണോ നാം ഫെലോഷിപ്പ് എന്ന് കണ്ടേക്കുന്നേ? അതോ നമ്മുടെ സഹവിശ്വാസികളോട് അവർ പിറുപിറുക്കുന്നവരാണെന്നല്ല ഇതിനർത്ഥം, അവർ ആരെങ്കിലും സഹായിക്കാൻ കാത്തിരിക്കുന്ന ആണെന്നല്ല ഇതിനർത്ഥം. അപ്പോസ്തലൻ അങ്ങനെയുള്ള മനുഷ്യരല്ലായിരുന്നു. പക്ഷേ ഫിലിപ്പിയൻ ചർച്ചിനറിയാം, അവർക്ക് ഇങ്ങനെയും പറയാമായിരുന്നു, അപ്പോസ്തലനെ ദൈവം കരുതിക്കോളും, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഞങ്ങളുടെ അവസ്ഥ അങ്ങേക്ക് അറിയാമല്ലോ, ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്.
എന്ന് മാത്രം പറയില്ലായിരുന്നു ഫിലിപ്പിയൻ ചർച്ച്. അവരുടെ ഹൃദയത്തിന്റെ ആ ഔദാര്യതയും കൊടുക്കുവാനുള്ള അവരുടെ സന്തോഷം, അവരുടെ സിദ്ധത വെളിപ്പെടുത്തുന്നതായിരുന്നു എപ്പഫ്രോദിത്തുസിനെ നിയോഗിച്ച് അങ്ങോട്ട് അയച്ചത്. അപ്പൊ അത് വ്യക്തമായി മനസ്സിലായി. ഫിലിപ്പിയൻ ചർച്ച് പ്രാർത്ഥനയുടെ ഫെലോഷിപ്പ് മാത്രമല്ല എനിക്ക് തരുന്നത്, കഷ്ടതയിലും അവർ എനിക്കൊരു ഫെലോഷിപ്പ് തരുന്നുണ്ട്. അതിനാണ് എപ്പഫ്രോദിത്തോസിനെ ഇങ്ങോട്ട് അയച്ചത്. അതൊരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വ്യക്തമായ ഉദ്ദേശമാണ്. ആർക്കും തങ്ങളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായി തീർത്തിട്ടും തങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും തൃപ്തി വന്നിട്ടും എല്ലാത്തിനും ചെയ്ത് മിച്ചം വെച്ചിട്ടല്ല കർത്താവിനും തന്റെ മക്കൾക്കും വേണ്ടി ചെയ്യുന്നത്. പിന്നെയോ അന്നന്ന് ചെയ്യേണ്ടത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുവാനുള്ള ഹൃദയ വിശാലതയും ഹൃദയ സന്തോഷവും തന്റെ മക്കൾ പ്രാപിച്ചിരിക്കണം. അത് ദൈവം തന്റെ കുഞ്ഞുങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. ഞാൻ ഈ സഹോദരങ്ങളെ, മക്കെദോന്യയിലെ സഭകൾക്ക്, ഏതായാലും മക്കെദോന്യയിലെ സഭ ഫിലിപ്പിയൻ ചർച്ച്, തെസ്സലോനിക്കൻ ചർച്ച്, മക്കെദോന്യയിലെ സഭ കൊരിന്ത്യരോട് പറയുകയാണ്. കൊരിന്ത്യരോട് പറയാ, സഹോദരങ്ങളെ, മക്കെദോന്യയിലെ സഭകൾക്ക് ദൈവം നൽകിയ കൃപയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടോ? IPC എടത്വാ ടൗൺ ചർച്ചിൽ അങ്ങനെ ഒരു കൃപയുണ്ടോ? അപ്പോസ്തലൻ പറയുന്ന മക്കെദോന്യ സഭകൾക്ക്, ഫിലിപ്പിയൻ ചർച്ചിന്, തെസ്സലോനിക്കൻ ചർച്ചിന്, മാസിഡോണിയയിൽ ഉടലെടുത്ത സഭകളെ കുറിച്ച് പറയുന്നതിൽ ഒന്നാണ് ഫിലിപ്പിയൻ ചർച്ച്. കൊരിന്ത്യൻ ഗ്രീസിലുള്ള, അഖായിലുള്ള മറ്റൊരു ദേശത്തുള്ള കൊരിന്ത്യരോട് പറയുക, രണ്ട് ദേശമാ. പരസ്പരം കലഹിക്കുകയും ഒരു സഭയുടെ കുറ്റം മറ്റൊരു സഭയോട് പറയുമ്പോ അപ്പോസ്തലൻ എന്തോ പറയുന്നറിയാമോ? ഒരു സഭയ്ക്ക് ലഭിച്ച കൃപ മറ്റൊരു സഭയോട് പങ്കിടുക. മക്കെദോന്യയിലെ സഭകൾക്ക് ദൈവം നൽകിയ കൃപയെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എടത്വാ ടൗൺ ചർച്ചും മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവത്തെ പറ്റി അറിഞ്ഞിരിക്കണമെന്ന് അതേ വാസ്തവമായി ദൈവം ആഗ്രഹിക്കുന്നു. മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെ പറ്റി കൊരിന്ത്യൻ സഭ അറിയുന്ന പോലെ നാമും അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ഞാൻ എന്തിനെ വായിച്ചറിയോ? കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കാൻ എപ്പോഴൊക്കെ പറ്റും? കഷ്ടതകളാകുന്ന തീവ്ര പരീക്ഷണങ്ങളുടെ മധ്യത്തിലായിരുന്നിട്ടും, എന്നുവെച്ചാൽ വലിയ പീഡനത്തിലൂടെ അവര് കടന്നുപോയിട്ടും അവരുടെ ആനന്ദ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും ഒത്തുചേർന്ന്, അത് നമുക്കൊണ്ട് മനസ്സിലാകുന്നില്ല ഇക്വേഷൻ എന്താണുള്ളത്. ആനന്ദ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും കൂടെ ഒത്തുചേർന്നപ്പം, ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ആനന്ദ സമൃദ്ധിയും കഠിന ദാരിദ്ര്യവും. ആനന്ദ സമൃദ്ധി പ്ലസ് കഠിന ദാരിദ്ര്യം ഈസിക്കൽ ടു ജനറോസിറ്റി, ഉദാരത. ആ ഇക്വേഷൻ ഇന്നുവരെ ഈ ലോകത്ത് ആർക്കും കൊണ്ടുവരാൻ, നമ്മുടെ വേർഷനിൽ ഒന്ന് വായിക്കും, ഇപ്പൊ ഒന്നുകൂടെ കേൾക്കാം. ഞാൻ ഈ കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. അതെങ്ങനെ പറ്റും പ്രിയപ്പെട്ടവരെ? സന്തോഷ സമൃദ്ധി അധികം, മഹാദാരിദ്ര്യം ഈസിക്കൽ ടു ഉദാരത എന്നൊരു ഇക്വേഷൻ ലോകത്തിന് വരെ ആയിരുന്നു. പക്ഷെ അപ്പോസ്തലൻ ഇവിടെ പറയാ,
മാസിഡോണിയൻ ചർച്ചിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ദൈവം നൽകിയ കൃപയെ പറ്റി. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഓർക്കും ധാരാളമായി കൊടുക്കാൻ ഒരു കവിഞ്ഞൊഴുക്ക് കൊടുത്തത്. അങ്ങനല്ല, അവരുടെ ജീവിതത്തിന്റെ തീവ്രമായ പരിശോധനകളുടെ നടുവിൽ അപ്പോസ്തലന്റെ അതേ ക്വാളിറ്റി ആർക്കുണ്ട്? ഫിലിപ്പിയൻ ചർച്ചിന്. എന്താണ് ആ ക്വാളിറ്റി? കാരാഗ്രഹവാസത്തിനും എടുത്തു കളയാൻ പറ്റാത്ത ക്രിസ്തുവിലുള്ള സന്തോഷം പോലെ തന്നെ കൊടിയ പീഡനങ്ങൾക്ക് അതെ എടുത്തു കളയാൻ കഴിയാത്ത, നശിപ്പിച്ചു കളയാൻ കഴിയാത്ത, വറ്റിച്ചു കളയാൻ കഴിയാത്ത ഒരു ആനന്ദ സമൃദ്ധി, സന്തോഷ സമൃദ്ധി ആരിൽ നിറഞ്ഞു? മാസിഡോണിയൻ ചർച്ചിൽ, മക്കദോന്യ സഭകൾക്ക് നിറഞ്ഞിരുന്നു. കഷ്ടതകളാകുന്ന തീവ്ര പരീക്ഷണങ്ങളുടെ മധ്യത്തിലായിരുന്നിട്ടും അവരിൽ എന്ത് നഷ്ടപ്പെട്ടില്ല? അവരുടെ സന്തോഷത്തിന്റെ ആ കവിഞ്ഞൊഴുക്കിന്, ആനന്ദ സമൃദ്ധി അതവിടെ നിലനിന്നു. അങ്ങനെ നിലനിന്നുകൊണ്ട് അതോടൊപ്പം എന്തിലൂടെ അവർ കടന്നു പോന്നെ? നമ്മുടെ വേർഷനിൽ നമ്മൾ വായിച്ചു, മക്കദോന്യ സഭകൾ അതെ ഭയങ്കരമായ സമ്പന്നരാന്നല്ലോ എഴുതിയിരിക്കുന്നേ. അവർ കഠിന ദാരിദ്ര്യത്തിലായി തീർന്നിട്ടും ഇവ ഒത്തുചേർന്ന അവരുടെ ഉദാരത ഒരു വലിയ സമ്പത്തായി കവിഞ്ഞൊഴുകി. തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിനപ്പുറവും അവർ ദാനം ചെയ്തു എന്നതിന് ഞാൻ സാക്ഷി. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഈ ധനശേഖര ശുശ്രൂഷയിൽ പങ്കുവഹിക്കുക എന്ന പദവിക്കായി അവർ ഒരു ബാഹ്യ സമ്മർദ്ദവും കൂടാതെ തന്നെ ഞങ്ങളോട് വളരെ അപേക്ഷിച്ചു. ഇവയെല്ലാം ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ, നമ്മുടെ വേർഷനിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ഈ വേർഷൻ വായിക്കുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനാ. നീ കേട്ടോണം. അവർ ആദ്യം ദൈവഹിത പ്രകാരം കർത്താവിന് തങ്ങളെ തന്നെ സമർപ്പിച്ചതുപോലെ ഞങ്ങൾക്കായും അപ്രകാരം ചെയ്തു. അപ്പൊ ആരാണ് ഈ ചിയർഫുൾ ഗീവേഴ്സ്? ആരാണ് ഈ ജനറസ് ഗീവേഴ്സ്? കഷ്ടത എന്ന കഠിനശോധനയിലായിട്ടും സന്തോഷം കെട്ടുപോകാതെ, സന്തോഷത്തിന്, സമ്പത്തിന്റെ സമൃദ്ധി അല്ല അവർക്കുണ്ടായിരുന്നത്, ക്രിസ്തുവിലുള്ള സന്തോഷത്തിന്റെ സമൃദ്ധി. അതേ സമയത്ത് തന്നെ വല്ലാത്ത ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവം അവർക്കുണ്ടായിട്ടും അവർക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ എന്നാന്ന് കേൾക്കണോ? അവർ ആദ്യം തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നവരായിരുന്നു. തങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നവർക്ക് തങ്ങൾക്കുള്ളത് ഏത് അവസരത്തിലും കൊടുപ്പാൻ യാതൊരു മടിയും ഉണ്ടാകത്തില്ല. ആരാണെന്നറിയാമോ? അതെ, ദൈവത്തിന് ഹിതത്തിനൊത്താണ് ഉയർന്നു വരാത്തത്. തങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാത്തവന് തങ്ങൾക്കുള്ളത് മനസ്സോടെ കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ വാക്കുകൾ ശ്രദ്ധിച്ചേ. ബാഹ്യ സമ്മർദ്ദം. എന്താ ഞാനിത് പറയാൻ കാര്യം? ദൈവസഭ തിരിച്ചറിഞ്ഞോണം, ബാഹ്യ സമ്മർദ്ദത്തോടെ കൊടുക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. പാസ്റ്റർമാരുടെ ഭയപ്പെടുത്തുന്ന പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒത്തിരി പേർ ഇന്ന് ദൈവസഭയിലുണ്ട്. കൊടുത്താൽ പേരും പ്രശസ്തി സഭയിൽ ലഭിക്കുന്നു എന്നുള്ള ആ ഒറ്റ കാരണത്താൽ കൊടുക്കുന്നവർ ഇന്ന് ദൈവസഭയിലുണ്ട്. തീർന്നില്ല. അതെ, കൊടുത്താൽ 100 ഇരട്ടി കിട്ടും, ഇരട്ടിയായി മടക്കി തരുമെന്നുള്ള ഓഫർ കൊടുക്കുമ്പോൾ കൊടുക്കുന്നവരുണ്ട്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവരുണ്ട്. അപ്പോസ്തലൻ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തില്ലെന്ന് പറഞ്ഞാൽ വരുമെന്ന്. പക്ഷേ കൊടുക്കുന്നതിന്റെ പിന്നിലെ കാരണം ഭയമാകരുത്, ബാഹ്യ സമ്മർദ്ദമാകരുത്, കൊടുത്താൽ ഇരട്ടി കിട്ടുമെന്നുള്ളതാകരുത്, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ളതാകരുത്. മറിച്ച് ദൈവം എന്നിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിലുള്ള സന്തോഷത്തിന്റെ സമൃദ്ധിയും ദൈവജനത്തോടുള്ള ആ സ്നേഹവും ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തത് കൊണ്ട് എനിക്ക് ഉള്ളതിൽ നിന്ന് എന്റെ മക്കൾക്ക് കൊടുക്കുവാൻ, സഭയ്ക്ക് കൊടുക്കുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനെനിക്കൊരു ഹൃദയവിശാലതയുണ്ട്. ഇതിനകത്ത് ഭയമില്ല, ഇതിനകത്ത് കുലുക്കിക്കുത്തു പരിപാടിയില്ല. വെയ് രാജാ വെയ് വെച്ചാൽ
എന്ന് പറയുന്ന പരിപാടിയില്ല. ഇതിനകത്ത് പേരോ പ്രശസ്തിയോ നാളെ പ്രസംഗത്തിൽ എന്റെ പേര് പരാമർശിക്കുന്നു. ഈ സഭയിൽ ഏറ്റവും കൊടുക്കുന്നവർ ഇതൊന്നും ഇതിന്റെ ഒരടിസ്ഥാനത്തിൽ കൊടുത്താലും ഞാൻ പറയട്ടെ, അഗ്നിശോധനയെങ്കിൽ തീജ്വാലക്കത്തെ കണ്ണുള്ളവൻ ശോധന കഴിക്കുമ്പോൾ നമുക്കൊരു പ്രതിഫലവും കിട്ടത്തില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ദൈവമക്കളോർക്കും ഞങ്ങൾ കൊടുക്കുന്നവരാണല്ലോ, കൊടുക്കാൻ ഞങ്ങൾക്ക് അറിയാമല്ലോ. അതേ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ കൊടുക്കുന്ന ജനത്വമാണല്ലോ ഞങ്ങൾ ആയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുണ്ട്. നമ്മുടെ പ്രതിഫലം, അക്കൗണ്ടിൽ പ്രതിഫലം വർദ്ധിക്കണമെങ്കിൽ കൊടുക്കുന്ന മനോഭാവം വ്യക്തമായി ദൈവപ്രസാദമുള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ ഒടുവിൽ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ദൈവം സൂക്ഷിക്കുന്ന കണക്കിനകത്ത് എന്തുണ്ടാകത്തില്ല? പ്രതിഫലം. അത് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ ഭാഗം ഞാൻ വായിച്ചു. എനിക്കത് കൂടുതലായിട്ട് വായിച്ച് ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ചില പോയിന്റുകൾ പറയുമ്പോൾ അവിടേക്ക് മടങ്ങി വരാം. അപ്പോൾ ഫിലിപ്പിയൻ ചർച്ച എവിടുത്തെ ചർച്ചാണ്? മക്കദോന്യയിലെ സഭയാണ്. മക്കദോന്യ സഭ ഏതവസ്ഥയിലാണ് കടന്നു പോകുന്നത്? വലിയ കഷ്ടതയുടെ മധ്യത്തിലാണ്. മഹാദാരിദ്ര്യത്തിൽ സഭ പോകുന്നു. ഇന്നുവരെ നമ്മൾ ലോകചരിത്രത്തിൽ കേൾക്കാത്ത ഒരു ഇക്വേഷൻ ഇവിടെ കാണുകയാണ്. കഷ്ടത എന്ന തീവ്ര ശോധനയിൽ കെട്ടുപോകാത്ത സന്തോഷത്തിന്റെ സമൃദ്ധി, സന്തോഷത്തിന്റെ സമൃദ്ധിയോടൊപ്പം ഒട്ടും ചേരാത്ത കഠിന ദാരിദ്ര്യം, സന്തോഷ സമൃദ്ധിയും കഠിന ദാരിദ്ര്യം ഒത്തുചേർന്നപ്പോൾ വലിയ ഉദാരത. നമ്മുടെ തലച്ചോറിലോട്ട് ഇത് നമുക്ക് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഉൾക്കൊള്ളണമെങ്കിൽ നാം നമ്മെ തന്നെ ദൈവത്തിൽ അതുപോലെ എറിഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഈ വചനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിലോട്ട് ഇത് കയറുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. കാരണം നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. അങ്ങനെ ഒരു കാലത്തിലൂടെ നമ്മൾ പോന്നേ. നമുക്ക് മനസ്സിലാകത്തില്ല കഷ്ടതയുടെ തീവ്ര പരിശോധന എന്തെന്നും. നമുക്ക് മനസ്സിലാകത്തില്ല അതിൽ കെട്ടുപോകാത്ത സന്തോഷ സമൃദ്ധി എന്തെന്നും. നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല ആ സന്തോഷ സമൃദ്ധിയോടുകൂടെ കഠിന ദാരിദ്ര്യം എങ്ങനെ ചേർന്ന് വരുമെന്നുള്ളേ. ദാരിദ്ര്യം ഉണ്ടായാൽ അവരെ വിശുദ്ധന്മാരെന്ന് പറയാൻ പോലും മടിക്കുന്ന ഒരു ലോകം. ഇല്ലായ്മ ഉണ്ടായാൽ അവരെ ഭക്തരെന്ന് വിശേഷിപ്പിക്കാൻ പോലും മടിക്കുന്ന ഒരു ലോകം. അതിനെ വലിയ ബന്ധനവും ശാപമായി കാണുന്ന ഒരു ആത്മീയ ലോകം. സാമ്പത്തികമായി ക്ഷീണം വന്നാൽ അത് വലിയൊരു പിശാചിന്റെ ബന്ധനമായി കാണുന്ന ഒരു ആത്മീയ ലോകം. ആ ആത്മീയ ലോകത്തിന് ഈ ദൈവസഭകളോട് എങ്ങനെ നീതി പുലർത്താൻ പറ്റും? ഈ ആദിമസഭയോട് എങ്ങനെ ഒത്തുവരുത്തപ്പെടാൻ പറ്റും? എങ്ങനെ അവരുടെ ജീവിതം മനസ്സിലാക്കാൻ പറ്റും? യെരൂശലേമിലുള്ള ദരിദ്രരായ വിശുദ്ധന്മാരെ സപ്പോർട്ട് ചെയ്യാൻ കൊരിന്ത്യ സഭയെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു വർഷം മുമ്പ് അത് ആരംഭിച്ച ആ കളക്ഷൻ, ധനശേഖരം പുനരാരംഭിക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അവരെ കുറച്ചും കൂടെ അതിൽ ജാഗരൂകരായി ശക്തരാക്കി മുന്തി വരുവാൻ, അവരെ അതിൽ ഉത്സാഹികളാക്കുവാൻ മക്കദോന്യ സഭയെ കൊണ്ടുവരുമ്പോൾ സമ്പന്നരായ സഭകളെയെല്ലാം കൊണ്ടുവന്ന് കഠിന ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിട്ടും സന്തോഷം കിട്ടുപോകാത്ത സഭ. ഉദാരത നഷ്ടപ്പെട്ടു പോകാത്ത സഭ. അത്ഭുതം തോന്നിയത് വായിച്ചിട്ട് ഇതെങ്ങനെ സാധ്യമാകുന്നു ദൈവമേ? അപ്പോസ്തലൻ അതുകൊണ്ടാ പറയുന്നത്. എന്നാൽ മക്കദോന്യ സഭകളെ കുറിച്ച് നാം അറിഞ്ഞിരിക്കാനാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് പോയത്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നാം തിരികെ വരുമ്പോൾ അവിടെ പറയുന്നു, എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ മക്കദോന്യയിൽ യാത്ര തിരിച്ച് നിങ്ങൾക്കിടയിൽ സുവിശേഷം പ്രസംഗിച്ച ആദ്യ നാളുകളിൽ നിങ്ങൾ ഒഴികെ മറ്റൊരു സഭയും സാമ്പത്തിക കാര്യങ്ങളിൽ എന്നോട് പങ്കാളിത്തം കാണിച്ചില്ല. അപ്പോൾ ഇപ്പൊ ഇവരെന്ത് കാണിച്ചു? ഒന്ന്, കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചു. രണ്ട്, സാമ്പത്തിക കാര്യത്തിൽ കൂട്ടായ്മ, പങ്കാളിത്തം വഹിച്ചു.
സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കണമെന്ന് ഓർത്ത് ഓടി അകലുന്നവരാ ഇന്നത്തെ പലരും. പക്ഷേ മക്കതോന്യ സഭയുടെ പ്രത്യേകത കഷ്ടതയിൽ കൂട്ടായ്മ, സാമ്പത്തിക കാര്യങ്ങളിലുള്ള കൂട്ടായ്മ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ട് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട്, അതായത് എന്റെ ആവശ്യങ്ങൾ തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. തെസ്സലോനിക്കയിൽ ഇരിക്കുമ്പോൾ ഫിലിപ്പിന് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. തെസ്സലോനിക്കയിൽ സഭയുണ്ട്. പക്ഷെ അപ്പോസ്തലൻ പറയാ, ഞാൻ തെസ്സലോനിക്കയിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് അവിടുത്തെ സഭയുണ്ടല്ലോ. തെസ്സലോനിക്കയിലാകുമ്പോ ഞങ്ങളുടെ റീജിയൻ വിട്ടല്ലോ. റോമാദേശത്ത് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ റീജിയനിലല്ലോ. ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ ഇവിടുന്ന് കണ്ണുനീരോടെ നിലവിളിച്ചോളാം. വേണം, പ്രാർത്ഥിക്കുകയും വേണം, കണ്ണുനീരോടെ നിലവിളിക്കുകയും വേണം. പക്ഷെ അതിൽ മാത്രമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നെന്ന് ഈ വേദഭാഗങ്ങൾ വ്യക്തമായി ഇതിനകത്ത് നമ്മളെ ഓർപ്പിക്കുക. കാരണം കർത്താവിന് നന്നായിട്ട് അറിയാമല്ലോ എവിടെയൊക്കെയാണ് നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത്, എവിടെയൊക്കെയാണ് പിന്നിലെന്ന് വ്യക്തമായി ദൈവത്തിന് അറിയാം. നമ്മുടെ എക്സ്ക്യൂസുകൾ അറിയാം, നമ്മൾ കണ്ടെത്തുന്ന ഒഴിവുകഴിവുകൾ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുക, എനിക്കറിയാം നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ മാത്രമല്ല, റോമയിൽ ഇപ്പോൾ ഞാൻ ആയിരുന്നപ്പോൾ, അതിനു മുമ്പ് ഞാൻ മൂവ് ചെയ്ത അടുത്ത സ്ഥലത്തേക്ക്, മക്കതോന്യയിലെ അടുത്ത സ്ഥലമായ തെസ്സലോനിക്കയിൽ പോയപ്പോഴും അവിടെയും നിങ്ങൾ ഈ കൂട്ടായ്മയുടെ വലങ്കരം നീട്ടി. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഇത്രയും തിരക്കുള്ള അപ്പോസ്തലൻ എത്ര കൃത്യമായിട്ടാണ് അവരെ ആ കഷ്ടതയിലുള്ള കൂട്ടായ്മ ഓർത്തിരിക്കുന്നത്, എത്ര അധികമായിട്ടാണ് അവരെ ബലപ്പെടുത്തുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇനി 17-ാം വാക്യം, നമ്മൾ 17ലേക്ക് വരികയാണ്. 1, എന്താണ് കഷ്ടതയിലുള്ള കൂട്ടായ്മ. 2, സാമ്പത്തിക കാര്യത്തിലുള്ള കൂട്ടായ്മ. 3, എന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യങ്ങൾക്ക്. ഞാൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ നിങ്ങൾ എന്റെ ആവശ്യങ്ങൾക്കായി 1-2 തവണ സഹായം അയച്ചു തന്നു. അപ്പൊ ആവശ്യങ്ങൾക്കുള്ള സഹായം, ഇത് വളരെ വ്യക്തമായി അവരെ ഓർപ്പിച്ചുണർത്തിയിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 17-ാം വാക്യം, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, അതായത് സാമ്പത്തിക സഹായം ലഭിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. പിന്നെയോ നിങ്ങളുടെ കണക്കിൽ പ്രതിഫലം വർദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇതിലെങ്ങനെ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത്. അങ്ങനല്ല ശരിക്കും അവിടെ പറയണ്ടേ. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുമ്പോൾ, നിങ്ങൾ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുമ്പോൾ, നിങ്ങൾ സാമ്പത്തിക കാര്യത്തിൽ കൂട്ടായ്മ കാണിക്കുമ്പോൾ, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുമ്പോൾ, ഞാനത് എടുത്തു പറയാനുള്ള കാര്യം, ഞാൻ നിങ്ങളെ പുകഴ്ത്തിയിട്ട് വീണ്ടും നിങ്ങളിൽ നിന്നൊരു സാമ്പത്തിക സഹായം എനിക്ക് വേണമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് എടുത്തു പറയാനുള്ള കാര്യം എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രതിഫലം വർദ്ധിക്കണം. നിങ്ങൾ കാണിച്ച കരുണയ്ക്ക് പകരമായി നിങ്ങൾ ദൈവസഭയോടും ദൈവദാസന്മാരോടും ദൈവ മക്കളോടും കാണിക്കുന്ന ആ ജനറോസിറ്റിക്കും ആ ചിയർഫുൾനെസ്സിനും സന്തോഷ സമൃദ്ധിക്കും ആ ഹൃദയ വിശാലതയ്ക്കും നിങ്ങൾക്ക് ദൈവം എന്ത് തരുമെന്നറിയാമോ? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉള്ള പ്രതിഫലം. നിങ്ങൾ ഫലം പുറപ്പെടുവിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തുണ്ടായിരിക്കും? പ്രതിഫലം ഉണ്ടായിരിക്കും. എന്റെ ലക്ഷ്യം അതാ. എന്നിട്ട് ഇനി ഞാൻ 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒന്ന് 2 കൊരിന്ത്യരിലേക്ക് തിരിച്ചു വരാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം. പന്ത്രണ്ടാം വാക്യം, ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ, 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 8:12, 2 കൊരിന്ത്യർ 8:12 വായിക്കുന്നത്. ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ, പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ദൈവപ്രസാദം ലഭിക്കുന്ന അർത്ഥം എന്താ? ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്യും. ദൈവത്തിന് അത് സ്വീകാര്യമാണ്. പക്ഷെ എന്തുണ്ടായിരിക്കണം? നിങ്ങൾ വായിച്ചോടെ, എന്തുണ്ടായിരിക്കണം? പ്രാപ്തിയേക്കാൾ മുമ്പേ അവിടെ എടുത്തു പറഞ്ഞ എന്തുവാ?
മനസ്സൊരുക്കം. ഈ ദൈവവചന പഠനത്തിൽ നാം ആരുടെയും അപ്പോസ്തലൻ പറയുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ഒരു വചനത്തിന്റെ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, എന്നെയും തെറ്റിദ്ധരിക്കരുത്. കാരണം ആരുടെയും സമ്പത്ത് പ്രസംഗിച്ച് അല്ലെങ്കിൽ അവരെ പ്രസംഗത്തിലൂടെ നിർബന്ധിച്ച് വചനം എടുത്ത് കാണിച്ചു കൊടുത്ത് അവരുടെ ഹൃദയത്തിൽ ഒരു ഭയം ഇട്ടുകൊടുത്ത് ആരുടെ സമ്പത്തു വേണ്ടിയിട്ടല്ല ഈ വചനങ്ങൾ പങ്കുവെക്കുന്ന, മറിച്ച് അപ്പോസ്തലനോട് ചേർന്ന് ഞാൻ പറയട്ടെ, നാം അതേ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ മുന്തി വന്നാൽ നമ്മുടെ കണക്കിലേക്ക് ഏറിയ പ്രതിഫലം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോസ്തലൻ ധൈര്യത്തോടെ പറയുന്നത്, അതിനാണ് ആദ്യം തന്നെ നിലപാട് വ്യക്തമാക്കിയത്. 1-2 വട്ടം അയച്ചു തന്നല്ലോ, അതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളെ അഭിനന്ദിക്കുന്നത്, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഇനിയും എനിക്ക് വേണമെന്നൊരു സൂചന അതിനകത്തില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോണം. എന്റെ ഉദ്ദേശം, കാരണം നിങ്ങളെ ഞാൻ ഓൾറെഡി ഞാൻ ആരെന്ന് വെളിപ്പെടുത്തി. ഒരാൾ അയച്ചു തരുമ്പോൾ ഭയങ്കര സംതൃപ്തി, തരാതിരിക്കുമ്പോൾ സംതൃപ്തിയിൽ അവരോട് പിണക്ക്. ഞാൻ അങ്ങനെയുള്ള വ്യക്തിയല്ലെന്ന് അപ്പോസ്തലൻ വ്യക്തമായി തന്റെ സ്റ്റാൻഡ്, നിലപാട് വ്യക്തമാക്കിയിട്ടാ പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എത്ര കൃത്യമായിട്ടാണ് അപ്പോസ്തലൻ ദൈവവചനോടെ പങ്കിടുന്നത്. ഇന്ന് പലരും പ്രസംഗിക്കുന്നത്, ഇന്ന് പലരും സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാ. അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, ഏറെ 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 കിട്ടിയാലും പോരാ എന്ന് തോന്നുന്നവർ, ജനത്തെ ചൂഷണം ചെയ്യുവാൻ, പിഴിഞ്ഞെടുക്കുവാൻ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത്, മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് എന്റെ പോക്കറ്റിൽ വരുവാൻ ഈ വചനത്തെ ഞാൻ പൊട്ടിക്കളയുവാണെന്ന് നിങ്ങൾ ഒരു നാളും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അപ്പോസ്തലന്റെ അതേ വീക്ഷണത്തോടെ വിളിച്ചു പറയട്ടെ, നമ്മൾ ആരും ആ നാളിൽ ഈ വിഷയത്തിൽ പ്രതിഫലമില്ലാത്തവരായി പോകരുത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞതിൽ കഷ്ടതയിലും ഞാൻ കൂട്ടായ്മ കാണിച്ചേനെ. ഞാൻ ഓർത്തു ധാരാളമായി ഉള്ളപ്പോഴാ കൊടുക്കണ്ടേ, ഞാൻ ഓർത്തു അതിന് തക്കവണ്ണം ദൈവം തരുമ്പോഴാ കൊടുക്കുന്നേ, ഞാൻ ഓർത്തു എല്ലാം തികഞ്ഞ എന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടേ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനത്തെ തെറ്റിദ്ധാരണ നമുക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മോട് സംസാരിക്കുക. ഒരുത്തരും മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ഇത് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുകയാണെ, തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാനത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത് ദൈവസഭയിൽ പല പ്രാവശ്യം പ്രസംഗം, എങ്കിലും ദൈവസഭയിൽ പിന്നെയും പുതുതായി കടന്നു വരുന്നവർക്ക് ആ ഭാഗങ്ങൾ ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഒന്നും കൂടെ ആവർത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വേണമെന്ന് അത്രയർത്ഥം. എന്താ ഈ സമത്വം വേണമെന്ന് പറഞ്ഞ അർത്ഥം? ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ആ സമത്വം വേണമെന്ന് പറഞ്ഞിട്ട് സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടത്, ഈ കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. എന്താ അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായോ? പറഞ്ഞു വന്നിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് വായിക്കാം. നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് മറ്റുള്ളവരെ സുഭിക്ഷരാക്കണമെന്നല്ല. പൊരുതിരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നല്ല കാര്യമാണല്ലോ, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പൊ അങ്ങനെ യെരൂശലേമിലെ ആൾക്കാർ അങ്ങനെ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇപ്പോൾ നിങ്ങളുടെ സമൃദ്ധി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും, കേട്ടോണം, പിന്നീട് അവരുടെ സമൃദ്ധി നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും സഹായമാകും. അങ്ങനെ സമത്വം ഉണ്ടാകും. അല്ലാതെ അപ്പോസ്തല കാലഘട്ടത്തിൽ ചെയ്ത് എല്ലാം കൂടെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ കൊണ്ടുവച്ചിട്ട് അത് ഫെയിലായി പോയി. ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ലായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയാവോ? പരസ്പര പൂരകമായി നിൽക്കുക. എങ്ങനെ നിൽക്കണം? എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്?
നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് മറ്റുള്ളവരെ സുഭിക്ഷരാക്കണമെന്നല്ല, സമത്വം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണ് ആ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും തുല്യമായ സമ്പത്തോ? എല്ലാവർക്കും തുല്യമായ ബാങ്ക് ബാലൻസോ? എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഞാൻ ഓർത്തത് എന്താ ഈ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ഞാൻ വ്യക്തമാക്കാം. ഇപ്പോൾ നിങ്ങളുടെ സമൃദ്ധി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും എന്നിട്ട് അത് കഴിഞ്ഞോ? നമ്മൾ കണ്ടുവരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? അവരോട് എന്റെ ആവശ്യങ്ങൾക്ക് അപ്പോസ്തലൻ പറയാണ്, കൊരിന്ത്യരെ, ഇപ്പൊ ഞാൻ നിങ്ങളോട് യെരൂശലേമിലെ വിശുദ്ധരായ ദരിദ്രന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളോട് സഹായം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളോർക്ക് ഇത് കൊള്ളാമല്ലോ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുവാണോ? നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക, നാളെ അവരായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത്. എന്നും എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. താഴ്ച ഉയർച്ച സമ്മിശ്രമായി കടന്നു വരും. പക്ഷെ അതിനകത്ത് നിലനിൽക്കുവാൻ ഈ ദൈവിക ഉദ്ദേശം കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയുമോ? ഇപ്പോൾ സമൃദ്ധിയുള്ളവൻ അതെ ദുർഭിക്ഷത്തിൽ ഇരിക്കുന്നവൻ ഉതകട്ടെ. നാളെ അവന്റെ ദുർഭിക്ഷം മാറി അവൻ സുഭിക്ഷമാകുമ്പോൾ അടുത്തവൻ ഉതകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ സമൃദ്ധി അവരുടെ ആവശ്യങ്ങൾ ഗ്രീസിലുള്ള അക്കായിലുള്ള കൊരിന്ത്യ സഭയെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. യെരൂശലേമിൽ ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധന്മാർ അതേ വലിയ കഠിന ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അവർ യെരൂശലേമിലുള്ളവരാണ്, വളരെ ദൂരെയുള്ളവരാണ്, ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ പരസ്പര പൂരകങ്ങളായി നിങ്ങൾ നിൽക്കേണ്ടവരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് ചെയ്യാം. നാളെ നിങ്ങൾക്ക് അവർ ചെയ്യുവാൻ തക്കണം. അവരെയും പ്രാപ്തരാക്കുവാൻ ദൈവം ശക്തനാണ്. നിങ്ങളുടെ സമൃദ്ധി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും തീർന്നില്ല, പിന്നീട് അവരുടെ സമൃദ്ധി നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും സഹായമാകും. അങ്ങനെ സമത്വമുണ്ട്. എങ്ങനെ സമത്വം? ആവശ്യങ്ങളിൽ പരസ്പരം കരുതുന്ന സമത്വം. തക്ക സമയത്ത് കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്ന മനസ്സൊരുക്കം. തക്ക സമയത്ത് സാമ്പത്തിക വിഷയങ്ങളിൽ പങ്കാളിത്തം കാണിക്കുന്ന മനസ്സ്. തക്ക സമയത്ത് ആവശ്യങ്ങൾ അറിഞ്ഞ് അതേ കരം നീട്ടുന്ന മനസ്സൊരുക്കം. പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉണ്ട്. പക്ഷെ പ്രാപ്തിയേക്കാൾ ഉപരി ആദ്യം നോക്കുന്നത് പ്രാപ്തിയുള്ളവന്റെ പ്രാപ്തിയല്ല ദൈവം നോക്കുന്നത്, പ്രാപ്തിയുള്ളവന്റെ മനസ്സൊരുക്കമാണ്. ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം ധാരാളമായി ദൈവത്തിൽ നിന്ന് അനവധി നന്മകളെയും അനുഗ്രഹങ്ങളെയും പ്രാപിച്ചു തന്നെയാണ് മുന്നേറുന്നത്. പക്ഷെ ദൈവം നമുക്ക് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുമ്പോൾ, നാം ഒരു നിലയിലെത്തുമ്പോൾ, നാം ഒരു സ്ഥാനത്തെത്തുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ചരിച്ചു വെക്കുന്നതെങ്കിൽ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മെ സഹായിപ്പാൻ ദൈവം വ്യക്തികളെ ഒരുക്കി. എന്നാൽ നമ്മളോ എങ്ങനെ ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ നാം ശോധന കഴിക്കണം. അതിനകത്ത് ആരെയും വിധിക്കാനല്ല. നാം ഈ പറഞ്ഞ പോലെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, ഇങ്ങനൊരു മനോഭാവം മനസ്സൊരുക്കം എനിക്ക് തന്നതിനായി സ്തോത്രം. കാരണം എന്റെ ആവശ്യങ്ങൾ എനിക്ക് ധാരാളമായ സഹായം ലഭിച്ച ഒരു വ്യക്തിയാ. എന്നാൽ ഇപ്പോൾ എന്റെ അവസ്ഥ മാറി. പക്ഷെ തിരിച്ച് മറ്റുള്ള ആവശ്യങ്ങളുള്ളവരെ ഒന്ന് സഹായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്റെ കാര്യം തീർന്നിട്ട് വേണ്ട മറ്റേത് ചെയ്യാൻ. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരാളെ കഥയാക്കി വെക്കുന്നിടത്ത് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, പറയാൻ എളുപ്പമാ, പ്രസംഗിക്കാൻ എളുപ്പമാ, മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാ. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ദൈവം ഒരു സ്ഥാനത്താക്കി വെക്കുമ്പോൾ അവിടെ നമുക്കും ചിന്ത വരും, ഇതിൽ കൂടുതൽ ഉയർന്ന് ജീവിക്കാമല്ലോ, ഇതിൽ കൂടുതൽ ചെലവഴിക്കാമല്ലോ, ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാം. ആ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് മാത്രം പോയല്ല. ദൈവം കരുതി വെച്ച ചിലരുണ്ട് നിന്നെ ആ സ്ഥാനത്താക്കിയത് അത് അപ്രകാരം ചെയ്യാൻ. അത് ചിലരിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് നിങ്ങൾ കരുതരുത്. അത് ഓരോ വിശ്വാസിക്കും ആ ഉത്തരവാദിത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വഴിത്താരകൾ എന്തെന്ന് നാം മറന്നാലും ദൈവം മറക്കത്തില്ല.
നാം എവിടെ നിന്ന് എവിടേക്ക് വന്നുവെന്നും എപ്പോഴൊക്കെയാണ് ദൈവം വ്യക്തികളിലൂടെ മനുഷ്യരിലൂടെ തന്നെ നമ്മളെ സഹായിച്ചെന്ന് ഉയർത്തിയെന്നുള്ള ബോധം നാം മറന്നാലും ദൈവം മറക്കത്തില്ല. ദൈവസഭ അപ്രകാരം തന്നെ ആയിരിക്കണം. അത് ഗ്രീസിലുള്ളവരായാലും മാസിഡോണിയയിലുള്ളവരായാലും ജെറുസലേമിലുള്ളവരായാലും എളത്തുവായുള്ളവരായാലും എല്ലാ കാലത്തും സഭയ്ക്ക് ഒരു നിയമം. ആ ഭാഗം വ്യക്തമായി ഞാൻ വിചാരിക്കുന്നു. ഒന്ന് രണ്ട് ഭാഗം കൂടെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം തന്നെ. പത്തൊമ്പതാം വാക്യം ഞാനൊന്ന് വായിക്കാം. അത്രയുമല്ല, കർത്താവിന്റെ മഹത്വത്തിനായും നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനുമായി ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ തീത്തോസിനെ കുറിച്ച് അവൻ ഞങ്ങൾക്ക് കുട്ടിയാത്രക്കാരനെ സഭകളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതും ആകുന്നു. തീത്തോസിലൂടെ അയച്ച സഹോദരന്മാരെ കുറിച്ച് പറയുന്നു. എന്നിട്ട് പറഞ്ഞു വന്നിട്ട് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വായിക്കുന്നുള്ളൂ. 6-ാം വാക്യം, 9-ന്റെ 6. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. 9-ാം അധ്യായം 6-ാം വാക്യമാണ് വായിച്ചത്. അല്പം വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും. അപ്പൊ ഇതൊരു വിതയാ. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യുമെന്ന് ഓർക്കുക. എന്നിട്ട് പറയുകയാണെ, ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. എന്താ അങ്ങനെ പറയാൻ കാര്യം? വിതയോട് ഉപമിച്ചിട്ടാണ് പറയുന്നേ. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഒരു കൃഷിക്കാരൻ വിതയ്ക്കുമ്പോൾ ഹൃദയത്തിൽ മുന്നമേ നിശ്ചയിക്കും. ചാടിക്കേറിയ ഒരു വിതയല്ല. എന്തും മാത്രം നിലത്തിൽ എത്രമാത്രം വിത്ത് വിതയ്ക്കണമെന്ന് കൃഷിക്കാരന്റെ ഹൃദയത്തിനകത്തൊരു നിശ്ചയമുണ്ട്, ഒരു തീരുമാനമുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന കഷ്ടതയിലുള്ള കൂട്ടായ്മയും സാമ്പത്തിക കാര്യങ്ങളുള്ള കൂട്ടായ്മയും ആവശ്യങ്ങളുള്ള കൂട്ടായ്മയും നിങ്ങൾ ഓർത്തോണം. കൊരിന്ത്യരെ നിങ്ങൾ ഓർത്തോണം. ഫിലിപ്പരെ നിങ്ങൾ ഓർത്തോണം. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ള പ്രതിഫലം വർദ്ധിക്കുന്നത് പറയുമ്പോൾ അതിന് പറയാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും എന്നോർക്കുക. എനിക്ക് തൊട്ടുമുകളിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. സഹോദരന്മാരുടെ ആവശ്യപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അത് വൈമനസ്യത്തോടല്ല, ഒരു ഔദാര്യദാനമായി ഒരുക്കപ്പെട്ടിരിക്കും. നമ്മളെ മെസ്സേജ് അതാണ്, മറക്കല്ലേ. ജനറസ് ഗീവിങ് ആൻഡ് ചിയർഫുൾ ഗീവിങ്. ഔദാര്യമായും സന്തോഷത്തോടും ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ഒരൊറ്റ വ്യക്തിക്ക് പറയാൻ പറ്റത്തില്ല അതൊക്കെ ഒരു കാലം വരട്ടെ. കാരണം നമ്മൾ ആദ്യമേ വായിച്ചു കഴിഞ്ഞു ഏത് കാലത്താ മക്കതോന്യ സഭ ചെയ്തതെന്ന്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതിനെ ഒരു വിതയോടും കൊയ്ത്തിനോടും ഉപമിച്ചു. നിങ്ങൾ ഇത് വിതയ്ക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? ആദ്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു നിശ്ചയമുണ്ടാകും. ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അങ്ങനെ ഹൃദയത്തിൽ നിശ്ചയം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തി അറിഞ്ഞിരിക്കണം, ഇതൊരു വിതയാ. അല്പം വിതയ്ക്കുവാണെങ്കിൽ അല്പം കൊയ്യാം, ധാരാളം വിതച്ചാൽ ധാരാളം കൊയ്യാം. കൃഷിയുടെ ഒരു നിയമം അത്. കേട്ടോണേ, സാമ്പത്തിക സഹായത്തിന്റെ കഷ്ടതയിൽ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഒരു നിയമമാണ്. അല്പം വിതച്ചാൽ മതിയോ? അല്പം കൊയ്യും. ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യുമെന്ന് ഓർക്കുക. ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, വൈമനസ്യത്തോടെയോ നിർബന്ധത്താലോ ആകരുത്. ഈ രണ്ട് കാര്യത്തെ നമുക്ക് ചെയ്യിക്കാം. എങ്ങനെയാണെന്നറിയാമോ? ഭയം ഉള്ളിലോട്ടിട്ടിട്ട്, അത്യാർത്ഥി ഉള്ളിലോട്ടിട്ടിട്ട് കൊടുക്ക് 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 എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചു. കൊടുത്തില്ലെങ്കിൽ അറിയാമോ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? കൊടുക്കും, പക്ഷെ മനസ്സൊരുക്കം ഉണ്ടാകത്തില്ല. വൈമനസ്യത്തോടെ നിർബന്ധത്താലും ചെയ്യും. എന്ത് പറ്റും? പുതിയ നിയമസഭയിൽ അങ്ങനെയുള്ളവർക്ക് പ്രതിഫലമേ ഇല്ല. അതുകൊണ്ട് എടുത്തു പറയുകയാണ്, വൈമനസ്യത്തോടെയോ നിർബന്ധത്താലെയോ ആകരുത്.
കാരണം ആനന്ദത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. മനസ്സൊരുക്കത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്വീകരിക്കുന്നു. ആനന്ദത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ഇതിങ്ങനെ ചിന്തിച്ചു പോകാനാണ് കുറെ ഭാഗങ്ങൾ. ഞാൻ വേഗത്തിൽ നിർത്താൻ എന്റെ സമയം ഇവിടെ തീരുകയാണ്. എന്റെ പ്രിയരെ, ദൈവം സ്വീകരിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന തന്റെ മക്കളായി കൊടുക്കാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അനുസൃതമായും നിങ്ങൾ സകല സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരത്തക്ക വിധത്തിലും സമൃദ്ധിയായ അനുഗ്രഹം നൽകാൻ ദൈവം പ്രാപ്തനാണ്. അടുത്ത ഭാഗങ്ങൾ പാസ്റ്റർ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. വിതയ്ക്കാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. എന്റെ സമയം വേഗത്തിൽ തീരുന്നത് കൊണ്ട് ഞാൻ ഫിലിപ്പി ലേഖനത്തിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വന്ന് അവിടുത്തെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ 2 സെന്റൻസുകളെ ചേർത്ത് പറയാം. ദൈവത്താൽ സ്വീകരിക്കപ്പെടുന്ന ദാനം, ദൈവം പ്രസാദിക്കുന്ന, ദൈവം സ്നേഹിക്കുന്ന ദാതാവ്. ദൈവം അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നു. അവരാരെന്ന് ചോദിച്ചാൽ 4:18 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. അടുത്ത വാക്കാണ്, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തുസിന്റെ കൈയാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എനിക്ക് ആവശ്യമായല്ലോ അതിലേക്ക് ഇപ്പോഴുണ്ട്. എപ്പഫ്രോദിത്തിന്റെ കൈവശം നിങ്ങൾ കൊടുത്തയച്ച സമ്മാനങ്ങൾ സ്വീകരിച്ച് ഞാനിപ്പോൾ സംതൃപ്തനായിരിക്കുന്നു. ഇപ്പോഴാണോ സംതൃപ്തനായ? അല്ല, അതിനു മുമ്പേ സംതൃപ്തനാണെന്ന് താൻ വെളിപ്പെടുത്തി. എന്നിട്ട് അടുത്ത കേട്ടോണേ, അവ ദൈവത്തിന് പ്രസാദകരവും സൗരഭ്യമുള്ളതുമായ വഴിപാടും യാഗവുമായി തീർന്നിരിക്കുന്നു. അടുത്ത നമ്മുടെ പോയിന്റ്, നാം കാണിക്കുന്ന, നമുക്ക് ഈ കൃപ ലഭിച്ചെങ്കിൽ കഷ്ടതയിലുള്ള കൂട്ടായ്മ, സാമ്പത്തിക കാര്യത്തിലുള്ള കൂട്ടായ്മ, ആവശ്യങ്ങൾക്കായുള്ള കൂട്ടായ്മ, അതെന്താണ് ദൈവം കണക്കാക്കുന്നത്? ദൈവം അക്സെപ്റ്റ് ചെയ്യുന്ന സൗരഭ്യമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടും യാഗമായി അതിനെ ദൈവം കാണുന്നു. എന്നിട്ടാണ് നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ആ വാക്യം എന്റെ പ്രിയരെ? നമ്മുടെ ദൈവം എന്റെ ദൈവമോ. അതിന്റെ പറയാൻ കാര്യം എന്താ? എന്റെ ദൈവമോ എന്ന് പറയാൻ കാര്യം, അതായത് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യമൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇങ്ങനെയാണ് എന്റെ ദൈവം. എന്റെ ദൈവം എന്ന് പറയാൻ കഴിയാൻ ഇങ്ങനൊരു അർത്ഥം കൂടെ. എന്റെ ആവശ്യങ്ങൾ നിങ്ങളിലൂടെ സാധിച്ചു തന്ന ദൈവം, എന്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുത്ത ദൈവം, ഞാൻ ചോദിക്കാതെ തന്നെ, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ. നമുക്കൊരു ചോദ്യമുണ്ട് കേട്ടോ. ക്രിസ്തുവിൽ സന്തോഷിച്ചാൽ, ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തി, ക്രിസ്തുവിൽ സംതൃപ്തനായി, പക്ഷെ ആവശ്യങ്ങളായി നിറവേറ്റും. ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന, ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തിയ, ക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തിയ എന്റെ ആവശ്യങ്ങൾ അത് ക്രിസ്തു തന്നെ നിറവേറ്റും. അതെങ്ങനെ നിറവേറ്റും? പൗലോസ് കത്തയച്ചിട്ട് സഹായം വരികയില്ല. പൗലോസ് കർത്താവിൽ സന്തോഷിക്കുമ്പോൾ, കർത്താവിൽ സമാധാനം കണ്ടെത്തുമ്പോൾ, കർത്താവിൽ സംതൃപ്തി കണ്ടെത്തുമ്പോൾ, ആരെയാണോ തനിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് അവരുടെ ഉള്ളത്തോട് ദൈവം ഇടപെടുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്റെ ദൈവം നിങ്ങളിലൂടെ ഇപ്പോൾ നിങ്ങളുടെ സമൃദ്ധിയിൽ, ആ സമൃദ്ധി എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഇതിനെ പറയാൻ പറ്റത്തില്ല, അതിനെ ഇങ്ങനെ പറയാം, സന്തോഷ സമൃദ്ധി എന്ന് പറയാം. സന്തോഷ സമൃദ്ധിയിൽ നിങ്ങൾക്കുണ്ടായ ഔദാര്യമായ ഉദാരതയും നിങ്ങൾക്കുണ്ടായ ആ സ്നേഹവും നിമിത്തം നിങ്ങൾ എന്നോട് അതേ കരുണ കാണിച്ചെങ്കിൽ, ദൈവം നിങ്ങളെ എനിക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ, നിങ്ങളുടെ സകല ആവശ്യങ്ങളും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു വരും. ദൈവമക്കളെ, ഇതൊരു പരസ്പര പൂരകമാണ്. ഇതൊരു ഒറ്റയാനായി നീ വാക്യം ഏറ്റെടുക്കരുത്. ഞാനിവൻ ദൈവത്തെ ഓർത്ത് ഞാൻ കൈകൂപ്പി പറയുക, ദൈവത്തെ ഓർത്ത്
അങ്ങനെ ഒരു മനോഭാവം ആർക്കുണ്ട? ഞാനും എന്റെ ദൈവവും, ഞാനും എന്റെ ദൈവവും, എന്റെ ദൈവം, എന്റെ ദൈവം. അത് പറയാനല്ല ഇത് പറഞ്ഞത്. എന്റെ ആവശ്യങ്ങൾ നിങ്ങളെ ഉപയോഗിച്ച എന്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ടുവണ്ണം വ്യക്തികളെ ഉപയോഗിപ്പാൻ, വഴികളെ തുറപ്പാൻ നിങ്ങളുടെ അതിന്റെ അർത്ഥം മനസ്സിലായോ? ഫിലിപ്പിയരുടെ ആവശ്യങ്ങളെല്ലാം തീർത്തിട്ടല്ല ഈ സുഗ്രാഹ്യവും സൗരഭ്യവാസനമേറിയ യാഗം അവിടെ അർപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ ചിന്തകളെ ഇവിടെ ക്രോഡീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി എന്തു പറയുന്നു? നമ്മുടെ മനസ്സ് എന്തു പറയുന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്തു പറയുന്നു? നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വമാമേൻ. ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവീൻ. എന്നോടുകൂടിയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ ക്രൈസ്തവരുടെ അരമനയിലുള്ളവർ നിങ്ങളെ വന്ദനം ചെയ്യും. ഈ വാക്യം ഞാൻ ഒരു പ്രാവശ്യം ഈ ക്ലാസ് ഇടയ്ക്ക് വെച്ച് ഞാൻ ഇത് പറഞ്ഞതാണ്. എന്ത് സംഭവിച്ചു? ക്രൈസ്തവയിലുള്ളവർ യേശുവിനെ അറിയുവാൻ ക്രൈസ്തവരുടെ അരമനയിലുള്ളവർ യേശുവിനെ അറിയുവാൻ ഇടയായി. ഇപ്പോൾ കത്തെഴുതുമ്പോൾ അവരിൽ നിന്ന് പറയുകയാണ്, ഫിലിപ്പിലുള്ളവർക്ക് ഞങ്ങളുടെ വന്ദനം കൂടെ അറിയിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ. ദൈവമക്കളെ, എവിടെയാണ് വിശുദ്ധ പദവിക്ക് കോട്ടം വന്നത്? അവരുടെ കഠിന ദാരിദ്ര്യം അവരുടെ വിശുദ്ധ പദവിയെ മാറ്റിയില്ല. കാരണം കഷ്ടതയുടെ നടുവിൽ സന്തോഷ സമൃദ്ധി നഷ്ടപ്പെട്ടില്ല, പ്രത്യാശ നഷ്ടപ്പെട്ടില്ല, ദൈവസ്നേഹം നഷ്ടപ്പെട്ടില്ല. കഷ്ടതയിലുള്ള കൂട്ടായ്മയുടെ മനോഭാവം നഷ്ടപ്പെടാത്ത ഒരു വിശുദ്ധനെ ആർക്ക് അശുദ്ധനായി എണ്ണാൻ പറ്റും? ആർക്ക് അപക്തനായി എണ്ണാൻ പറ്റും? നമ്മുടെ സാമ്പത്തികമായ ഏറ്റക്കുറച്ചിൽ ലോകം പല രീതിയിൽ വിലയിരുത്തട്ടെ, നമ്മുടെ ഇല്ലായ്മയുള്ളതും പല രീതിയിൽ വിലയിരുത്തട്ടെ. പക്ഷെ ദൈവസഭയ്ക്ക് ഒരൊറ്റ വീക്ഷണമേ ഉള്ളൂ. ആ വീക്ഷണം ഇതാണ്: ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ക്രിസ്തുവിനുള്ള സന്തോഷം കൈവിടരുത്. ജീവിതത്തിന്റെ ഏത് കഠിന ശോധനയിലും ക്രിസ്തുവിനുള്ള സമാധാനം നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിന്റെ ഏത് വെല്ലുവിളിയിലും അത് ക്രിസ്തുവിനുള്ള സംതൃപ്തിയെ നഷ്ടമാക്കരുത്. അവർക്കുള്ള ദൂതാണ് നിങ്ങളുടെ ദൈവം, എന്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ തന്റെ മഹത്വത്തിന്റെ നിലത്തിലെത്തണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി. ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളെയും ഫിലിപ്പി ലേഖനത്തിലെ ധ്യാനങ്ങളെയും ഈ ഒരു വേളയിൽ നാം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം ചെയ്തു, എന്തെല്ലാം വിടുതലുകൾ ദൈവം അയച്ചു. ഫിലിപ്പിയ കാരാഗ്രഹത്തെ വരെ ഇളക്കി മറിച്ചു. അതുകൊണ്ട് ഒരാവശ്യം വരുമ്പോൾ ദൈവമക്കളെ, കാരാഗ്രഹങ്ങളുടെ അടിത്തറകളെ ഇളക്കേണ്ട സമയത്ത് ദൈവം ഇളക്കും. തീർന്നില്ല. മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കേണ്ട സമയത്ത് ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കും. നമ്മുടെ ഹൃദയങ്ങൾ കഷ്ടതയുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ എങ്ങനെയാ നീട്ടുന്ന? ഒരു ചടങ്ങ് പോലെയാണോ പ്രിയപ്പെട്ടവരെ? ഒരു ചടങ്ങാണോ നമ്മുടെ മനസ്സിലുള്ള സഭയെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച്? അവൻ എന്താ ചിന്തിച്ചു വെച്ചിരിക്കുന്നേ? ചെയ്തു, കൊടുത്തു, കഴിഞ്ഞു, തീർന്നു. എന്റെ അവസ്ഥ ഇതാണ്. ഇതിൽക്കുള്ളൊന്നും ഞാനും ചെയ്യത്തില്ല, ദൈവം പ്രതീക്ഷിക്കുന്നില്ല. ഉള്ളവര് കൊടുക്കട്ടെ. എന്താ നമ്മുടെ മനസ്സിലെ ചിന്തകൾ? എനിക്ക് എന്റെ ലോൺ അടച്ചു തീരുന്നില്ല, എനിക്ക് എന്റെ EMI അടച്ചു തീരുന്നില്ല, പിന്നാണോ ഞാൻ സഭയ്ക്ക് അതിൽ കൂടുതൽ കൊടുക്കുന്നേ? ഞാൻ അപ്പോഴാണോ ദൈവമക്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നേ? EMI വർദ്ധിച്ചു വരത്തേ ഉള്ളൂ. പക്ഷെ വാസ്തവമായി ഓർത്തുകൊള്ളുക, നാം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഓട്ടം ഓടുന്നതെങ്കിൽ, നമുക്കുള്ളതിനെ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മുടെ ഓട്ടമെങ്കിൽ, എന്റെ കടമയാണ് ഇത്രയും കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും സഭയിലെ കണക്ക് നോക്കുമ്പോൾ എന്ന് പറഞ്ഞ് മനസ്സൊരുക്കമില്ലാതെയാണ് നമ്മളിൽ ആരെങ്കിലും സഭയ്ക്ക് കൊടുക്കുന്നെങ്കിൽ അത് നിർത്തിക്കോ, അതൊരു ഗുണം ചെയ്യത്തില്ല. മറിച്ച് മനസ്സൊരുക്കത്തോടെ, പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുക്കുവാൻ, സ്നേഹത്തോടെ കൊടുക്കുവാൻ, സന്തോഷം കെട്ടുപോകാതെ കൊടുക്കുവാൻ, ദൈവമക്കൾക്ക് വേണ്ടി കഷ്ടതയെ കൂട്ടായ്മ കാണിപ്പാൻ നാം പ്രയാസത്തിലായിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ തക്കവണ്ണം കൃപ ലഭിച്ചിരിക്കുക. ഒരു ചടങ്ങ് പോലെയാണ് നാം സഭയുടെ സാമ്പത്തിക കാര്യങ്ങളെ കാണുന്നത്.
ഒരു ചടങ്ങ് പോലെയാണോ സഹവിശ്വാസികളുടെ ആവശ്യങ്ങളെ കാണുന്നത്? ഒരു ചടങ്ങ് പോലെ, അതോ വാസ്തവമായി നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നിശ്ചയമുണ്ടോ? വിതയ്ക്കാൻ പോകുന്ന കൃഷിക്കാരന് വിതയെ കുറിച്ച്, കൃത്യമായ നിലത്തിന്റെ അളവിനെ കുറിച്ച്, കൃത്യമായി വിതയ്ക്കേണ്ട വിത്തിനെ കുറിച്ച് അവന് നിശ്ചയമുണ്ട്. കാരണം കൊയ്യേണ്ടത് അവന്. രാത്രി നാം വെറുതെ ഒരുക്കമില്ലാത്ത നിലത്തേക്ക്, ഒരുക്കമില്ലാത്ത മനസ്സോടെ എന്തെങ്കിലും വലിച്ചെറിയുന്ന പോലാണോ നാം കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കാന്ന് വിചാരിക്കുന്നേ? അല്ല പ്രിയരെ, അല്ല. നമ്മുടെ ആദ്യം നമ്മെ തന്നെ ദൈവത്തിന് കൊടുത്തുകൊണ്ട്, രണ്ടാമത് നമുക്കുള്ളതിനെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ദേശത്തിന് മാതൃകയാകാം. നമുക്ക് ഈ ദേശത്ത് വിളിച്ചു പറയാം, ഞങ്ങൾ ഭയപ്പാടോടെ അല്ല കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നേ. ദൈവത്തിന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ, സഭയ്ക്ക് കൊടുത്തില്ലെങ്കിൽ, മാസം മാസം ദൈവസഭയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം വരുമാനവും മുടങ്ങും, ഞങ്ങളെ ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ശിക്ഷയെ ഭയപ്പെട്ട് കൊടുക്കാൻ ഇത്രയും ഭാഗം വായിച്ച് നമ്മൾ എവിടെ വായിച്ചു? പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഹൃദയത്തിൽ നിശ്ചയിക്കുക, സന്തോഷത്തോടെ കൊടുക്കുക, ഉദാരമായി ചെയ്യുക. അങ്ങനെയുള്ളവരെ ദൈവം സ്വീകരിക്കുന്നു, അങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു. എന്റെ ചോദ്യം ഇന്ന് രാത്രി ഇതാണ്: ദൈവത്താൽ സ്വീകാര്യമായ ഒരു വഴിപാടും യാഗമായി ഇപ്പോൾ നമുക്ക് അർപ്പിപ്പാൻ, അതെ, കാളകളോ കോലാട്ടു കൊറ്റന്മാരോ അല്ലുള്ളത്. നമുക്കുള്ളത് നമ്മെ വാക്കി വെച്ചിരിക്കുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളിൽ, അതെ, അനവധി കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊന്നാണ് ദൈവത്തിന് പ്രസാദമുള്ള വഴിപാടായി യാഗമായി അർപ്പിപ്പാൻ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ യാഗം സ്വീകരിക്കണം, നമ്മളെ സ്വീകരിക്കണം, നമ്മളെ സ്നേഹിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹവും ദൈവത്തോടുള്ള വ്യക്തി സഹോദരങ്ങളോടുള്ള ആ സ്നേഹവും ഉദാരതയും ദൈവത്തിന് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ മുഖം വാടുന്നവരാണ് നിങ്ങൾ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കത്തില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നും വരത്തില്ല. എന്നാൽ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ കൊടുക്കാനുള്ള പ്രാപ്തി കുറവാണെന്ന് തോന്നിയാലും കൊടുക്കാനുള്ള ഒരു മനസ്സൊരുക്കം നമ്മുടെ അകത്ത് തുടിക്കുന്നുണ്ടെങ്കിൽ ദൈവം ആദ്യം അത് കണക്കിടുന്ന ദൈവമാണ്. കൊടുക്കണമല്ലോ. ഒരു കാര്യം കൂടെ ദൈവമക്കൾ കേട്ടണം. കേരളത്തിൽ എടത്വാ ടൗൺ ചർച്ച് പോലൊരു സഭയില്ലെന്ന് നിങ്ങൾ ഓർത്തോണം. പിരിവില്ലാത്ത, സാമ്പത്തിക കാര്യങ്ങൾ സഭയിൽ മാറി മാറി പറയാത്ത, ഓരോ ഞായറാഴ്ചയും ഓരോ സഭയിലും സെക്രട്ടറി എഴുന്നേൽക്കുമ്പോൾ വിശ്വാസികൾക്ക് അറിയാം പിരിവിന്റെ സമയമായി. ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല, കൊടുത്തേ പറ്റൂ. പക്ഷെ എടത്വാ ടൗൺ ചർച്ച് ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് പിരിക്കാനല്ല. ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന സെക്രട്ടറിമാർ എഴുന്നേറ്റ് നിന്ന് നിർബന്ധമായി പിരിക്കാനല്ല സഭയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെയോ തന്നെ തന്നെ ദൈവത്തിന് കൊടുത്തവൻ മനസ്സോടെ ദൈവത്തിന് വേണ്ടി അത് വിട്ടുകൊടുക്കുവാനുള്ള ഒരു സഭയാണ് ഈ സഭ. സെക്രട്ടറിമാർ എഴുന്നേറ്റ് നിന്നിട്ട്, ട്രഷറർമാർ എഴുന്നേറ്റ് നിന്നിട്ട്, പാസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് സാമ്പത്തിക കാര്യങ്ങളെ പറഞ്ഞ് അത് ശക്തമായി ഭീഷണിയുടെ സ്വരത്തിൽ മുഴക്കി ജനത്തെ ഭയപ്പെടുത്തി പണപ്പിരിവ് നടത്താനല്ല ഈ ദൈവം എന്നോട് പ്രസംഗിച്ചത്. മറിച്ച് ദൈവസഭയ്ക്കകത്ത് ഉദാര മനസ്സുള്ള, സന്തോഷ മനസ്സുള്ള, ദൈവത്തിന് പ്രസാദവും സൗരഭ്യമുള്ള യാഗവും വഴിപാടും അർപ്പിക്കുന്ന വിശ്വാസികൾ, ശിഷ്യന്മാർ എഴുന്നേൽക്കട്ടെ. മനസ്സൊരുക്കമുള്ളവർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന് വേണ്ടി തങ്ങൾക്കുള്ളതിനെ കൊടുപ്പാൻ, ദൈവത്തിന് വേണ്ടി അത് മടി കൂടാതെ സന്തോഷത്തോടെ നിന്റെ സഹോദരങ്ങളുടെ കഷ്ടത അറിഞ്ഞ് അവർക്ക് കൂട്ടായ്മ കാണിപ്പാൻ മനസ്സൊരുക്കമുള്ളവർ സഭയിൽ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല കഷ്ടതയിലുള്ള കൂട്ടായ്മ. എനിക്കറിയാം നമ്മുടെ ദൈവസഭയില് ആഴമായി 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 ജീവിതത്തിന്റെ ജനിക്കത്തിന്റെ സമയത്തും കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നവരെ എനിക്കറിയാം. ഞാനത് മറന്നുകൊണ്ടല്ല ഇത് പറയുന്നേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാതെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ മറന്നുകൊണ്ടല്ല ഈ വചനം പ്രസംഗിക്കുന്നത്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രി ഫിലിപ്പിയ ലേഖനം പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആത്മീയ സന്ദേശത്തിൽ തുടങ്ങി ഒരു സാമ്പത്തിക കൂട്ടായ്മയുടെയും സഹായത്തിന്റെയും പങ്കാളത്തിന്റെയും മെസ്സേജ് അവസാനിപ്പിച്ച് നിങ്ങൾ കരുതി കാണത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനല്ല അത് അവസാനിപ്പിച്ചേ, അപ്പോസ്തലനാണത് അവസാനിപ്പിച്ചേ. എന്റെ ദൈവമോ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതുവരെ എന്റെ ആവശ്യങ്ങളിൽ
എന്നെ സഹായിച്ച എന്റെ ദൈവം, എന്റെ പ്രിയ ഫിലിപ്പിയരെ, നിങ്ങളുടെ ആവശ്യങ്ങളെ, അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. വളരെ ബുദ്ധിമുട്ടിലും ആവശ്യങ്ങളും ഇരിക്കുമ്പോൾ തന്നെ എപ്പഫ്രോദിത്തുസിനെ വിളിച്ചിട്ട് അവർ പറയുകയാണ്, സഹോദരാ, നമ്മുടെ അപ്പോസ്തലൻ വളരെ പ്രയാസങ്ങളാണ് കടന്നു പോകുന്നത്, നാം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. എപ്പഫ്രോദിത്തോട് പറയുകയാണ്, പ്രിയ സഹോദരൻ, നീ അവിടെ പോണം. ക്ലേശിക്കപ്പെട്ടാലും പ്രയാസങ്ങൾ ഉണ്ടായാലും നീ പോണം. നീ വെറുകയാലും പോകരുത്. നമുക്കിപ്പോൾ സന്തോഷത്തിന് സമൃദ്ധിയേ ഉള്ളൂ, നമുക്ക് ധനത്തിന്റെ സമൃദ്ധിയില്ല. പക്ഷെ ഈ സന്തോഷ സമൃദ്ധിയിൽ നമുക്ക് ഉദാഹരണം കാണിക്കാൻ പറ്റും, നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റും. നമുക്കതിനുള്ള കൃപ ലഭിച്ചിട്ടുണ്ട്. മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച കൃപയാണ്. അവർ എപ്പഫ്രോദിത്തിനെ അങ്ങോട്ട് വിടുകയാ. ഇന്ന് രാത്രി നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചോണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കടമയായിട്ടാണോ? ചെയ്തേ പറ്റത്തുള്ളൂ, ചെയ്തില്ലെങ്കിൽ എന്നുള്ളതാണോ എന്റെ ഹൃദയത്തിനകത്ത്? ആ സ്നേഹവും സന്തോഷവും ഉണ്ടോ? എനിക്കൊരു ഉദാര മനസ്സുണ്ടോ? അവരെ ഓർക്കുമ്പോൾ, സഭയെ ഓർക്കുമ്പോൾ, എന്റെ വീട്ടിലൊരു നന്മ വരുമ്പോൾ, അത് സമ്പത്തിൽ പണം കൊണ്ട് മാത്രമല്ല, മറ്റനേക കാര്യങ്ങൾ എന്റെ വീട്ടിൽ വരുമ്പോൾ, ഒന്നിലധികമായി എനിക്ക് ലഭിക്കുമ്പോൾ, എന്റെ ഭക്ഷണ കാര്യത്തിലും, എന്റെ വസ്ത്രകാര്യത്തിലും, എന്റെ സമയ ജീവിതത്തിൽ എന്റെ ദൈവം എനിക്ക് തരുമ്പോൾ, അത് പങ്കിടണമെന്നൊരു മനസ്സെനിക്കുണ്ടോ? എന്റെ ദൈവം എനിക്ക് എന്നുള്ള സ്വാർത്ഥതയാണോ നമ്മളെ ഭരിക്കുന്നത്? അതോ പരസ്പരം സഹായമാകുവാൻ, പരസ്പര പൂരകമായ, ദൈവപ്രസാദമുള്ള, ദൈവം സ്നേഹിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീത ക്രിസ്തു എന്ന പണ്ട് രാത്രി കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുക. പ്രാർത്ഥിക്കുവാൻ, സമർപ്പിപ്പാൻ നമുക്കുള്ള അവസരമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഏതുമില്ലെന്ന് എണ്ണാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇത് മക്കെദോന്യ സഭകൾക്കേ പറ്റൂ എന്ന് നമുക്ക് പറയാം. പക്ഷെ മക്കെദോന്യ സഭകൾക്ക് മാത്രമല്ല, നമുക്കും ആ കൃപ ദൈവം തന്നിട്ടുണ്ട്. ആ കൃപകളെ നമുക്ക് അധികം ജ്വലിപ്പിക്കാം. നമ്മുടെ ചിന്തകൾക്ക്, രീതികൾക്ക് ഒരു മാറ്റം വരുത്താം. വചനത്തിലും പ്രസംഗത്തിലും ഉത്സാഹത്തിലും അപ്പോസ്തലന്മാരെ സ്നേഹിക്കുന്ന കാര്യത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന പോലെ കർത്താവിനും തനിക്കുള്ളവർക്കും തന്റെ സഭയ്ക്കും കൊടുക്കുന്ന കാര്യത്തിൽ, ഏത് കാര്യത്തിലായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, അത് ഏത് കാര്യങ്ങളിലായിക്കോട്ടെ, എങ്ങനെ കർത്താവിന് എന്നെ തന്നെ കൊടുത്തിട്ട് എനിക്കുള്ള നമ്മുടെ പങ്കുവെക്കുവാൻ ദൈവമേ എന്നെ ഒരുക്കണമേ എന്നിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? എനിക്കൊരു കാര്യം അറിയാം, നിങ്ങളുടെ കണക്കിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു വലിയ പ്രതിഫലം വർദ്ധിക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് എനിക്കറിയാം. എപ്പഫ്രോദിത്തിനെ നിങ്ങൾ കൊടുത്തുവിട്ട് നിങ്ങളൊന്നും എന്നിൽ നിന്നൊരു നന്ദി പോലെ പ്രതീക്ഷയല്ല നിങ്ങൾ ചെയ്തത്. പക്ഷെ നന്ദി കൊണ്ട് തീരുന്നില്ല, ഇത് പ്രതിഫലം കൊണ്ടേ തീരത്തുള്ളൂ. കേട്ടോണം പ്രിയപ്പെട്ടവരെ, നാം ആർക്ക് സഹായം ചെയ്യുന്നു, നാം നന്ദി കൊണ്ട് തീർക്കേണ്ടതല്ല, ദൈവമാണ് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, കഴിഞ്ഞ ദീർഘമാസങ്ങളായി ഫിലിപ്പി ലേഖനം ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നിന്റെ വചനങ്ങൾ മാറി മാറി ഞങ്ങൾ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ടിട്ട് ഞങ്ങൾ അത് മറന്നു കളയുന്നതായിട്ടല്ല, അതിനെ പിന്നെ ഓർക്കാത്തവരായിട്ടല്ല, അതിനെ ഓർത്തെടുക്കുവാൻ, അതൊന്നുകൂടെ വായിക്കുവാൻ, ഒന്നുകൂടെ ധ്യാനിക്കുവാൻ, അതിൽ എന്റെ പൊസിഷൻ എന്താണ്, ഞാൻ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, ഞാൻ ദൈവം ഉദ്ദേശിക്കുന്ന ആ പൊസിഷൻ ആണെങ്കിൽ ഞാൻ അതിനായി നന്ദി കരയറ്റുന്നു. അല്ലെങ്കിൽ ദൈവം എന്നെ അതിലൊന്ന് മുന്നിലോട്ട് കൊണ്ടുവരണേ, ഞാൻ പിന്നിലാണ് എന്നെ മുന്നിൽ കൊണ്ടുവരണേ, ഞാൻ മുന്നിലാണ് എന്നെ കുറെ ശക്തമാക്കണമേ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തിന് നിങ്ങളോട് ഒന്നു ചേർന്ന് നന്ദി കരയറ്റുന്നു. കാരണം കഴിഞ്ഞ ദീർഘമാസങ്ങൾ ഒരു ലേഖനം കൂടെ പഠിച്ച്, ധ്യാനിച്ച്, പങ്കുവെച്ച്, അതിലെ വ്യത്യസ്തമായ ദൈവിക ആലോചനകളെ പ്രാപിച്ച്, അനേക കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിച്ച്, നമ്മുടെ ഉള്ളങ്ങളെ ഉറപ്പിച്ച്, നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി, ഇതാ ഒടുവിലെത്തുമ്പോൾ നമ്മളെ ദൈവത്തിനു വേണ്ടി ഏറ്റവും പ്രയോജനമുള്ള യാഗമർപ്പിക്കുന്ന, സുഗ്രാഹ്യവും സൗരഭ്യമുള്ള യാഗത്തിനായി, അതേ വഴിപാടിനായി നമ്മളെ ഒരുക്കുന്ന ദൈവപ്രവൃത്തിക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കർത്താവിന്റെ അധികം പ്രയോജനപ്പെടാം. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട്